ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വോയേജ് ബയോ. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. അതിനു മുൻപ് നമുക്ക് എക്കോസിസ്റ്റത്തിനെ പറ്റിയിട്ടൊരു ഐഡിയ വേണം. എന്താണ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും ഒരുപാട് ലിവിങ് ആയിട്ടുള്ള അതേപോലെ തന്നെ നോൺ ലിവിങ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകളുണ്ട്. അപ്പോൾ ഇത് തമ്മിലൊരു ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പരസ്പരം ലിവിങ് ആയിട്ടുള്ളതും നോൺ ലിവിങ് ആയിട്ടുള്ളതുമായിട്ടുള്ള തിങ്സ് തമ്മിൽ പരസ്പരം ഇൻട്രാക്ട് ചെയ്തിട്ട് ജീവിക്കുന്ന ആ ഒരു സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിംപ്ലി എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ആ ഒരു ഇൻട്രാക്ടിങ് സിസ്റ്റത്തിനെയാണ് നമ്മൾ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എക്കോസിസ്റ്റം കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അറിയണം. പല ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം നമുക്ക് പഠിക്കാനുണ്ട്. പ്രധാനമായിട്ടും എക്കോസിസ്റ്റത്തിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, നാച്ചുറൽ എക്കോസിസ്റ്റം എന്നും ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം എന്നും. ഓക്കെ, നാച്ചുറൽ എക്കോസിസ്റ്റത്തിന് നമ്മൾ രണ്ട് രീതിയിലാണ് എഗെയിൻ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്നും അക്വാറ്റിക് എക്കോസിസ്റ്റം എന്നും. ഓക്കെ, ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ലാൻഡിൽ കാണുന്ന ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റമാണ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം. ആൻഡ് അക്വാറ്റിക് എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ അത് എവിടെയായിരിക്കും, വെള്ളത്തിൽ കാണുന്നത്. ഓക്കെ, അതാണ് അക്വാറ്റിക് ഇക്കോസിസ്റ്റം. ഇനി എഗെയിൻ ഈ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിനെ തന്നെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം, ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റം ആൻഡ് ഫൈനലി ഡെസേർട്ട് എക്കോസിസ്റ്റം. ഇങ്ങനെ 3 ടൈപ്പാണ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ഉള്ളത്. ഓക്കെ, അതേപോലെ തന്നെ സിമിലർ ആയിട്ട് അക്വാറ്റിക് എക്കോസിസ്റ്റത്തിനെ നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം എന്നും അതേപോലെ മറൈൻ എക്കോസിസ്റ്റം എന്നും. ഓക്കെ, അപ്പോൾ ഇതാണ് എക്കോസിസ്റ്റത്തിൻ്റെ ഒരു ബേസിക് ഐഡിയ. ഇങ്ങനെയാണ് എക്കോസിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ആർ ഫൗണ്ട് ഓൺലി ഓൺ ലാൻഡ്. ലാൻഡിൽ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റമാണ് ഇത് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. Okay, it refers to the interacting system made up of living organisms and non-living objects occurring on land. ലാൻഡിൽ ഈ പറയുന്ന ലിവിങ് ഓർഗാനിസംസും നോൺ ലിവിങ് ആയിട്ടുള്ള ഒബ്ജക്ട്സും തമ്മിൽ നടക്കുന്ന ഒരു ഇൻട്രാക്ടിങ് സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ നോക്കിക്കഴിഞ്ഞാൽ 28% ഏത് എക്കോസിസ്റ്റം ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക, ടെറസ്ട്രിയൽ എക്കോസിസ്റ്റമാണ് എർത്ത് സർഫസിൻ്റെ 28% നമുക്ക് കാണുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിനെ നമ്മൾ നേരത്തെ പറഞ്ഞു മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന്. ഏതൊക്കെയാണ്, ഫോറസ്റ്റ് എക്കോസിസ്റ്റം, ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റം ആൻഡ് ഡെസേർട്ട് എക്കോസിസ്റ്റം. സോ അതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, എന്താണ്, ഇറ്റ് ഈസ് എ കോംപ്ലെക്സ് എക്കോസിസ്റ്റം. അവിടെ കൂടുതലായിട്ടും പ്രീഡോമിനൻ്റ്ലി ഏത് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ആയിരിക്കും നമുക്ക് കാണാം, ട്രീസും ഷ്രബ്സും ഒക്കെയാണ് ഫോറസ്റ്റിൽ കൂടുതലായിട്ടും കാണുന്നത് അല്ലേ. അതേപോലെ തന്നെ അതിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, നമ്മൾ അഗ്രികൾച്ചറൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അർബൻ യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലാൻഡുകളൊന്നും ഏതിൽ ഇൻക്ലൂഡ് ചെയ്യില്ല, നമ്മുടെ ഫോറസ്റ്റിൻ്റെ പരിധിയിൽ വരുന്നതല്ല. ഓക്കെ, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റാണ്, എർത്തിൻ്റെ ബയോസ്ഫിയറിൽ 75% ഗ്രോത്ത് പ്രൈമറി പ്രൊഡക്ടിവിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫോറസ്റ്റുകളാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ 75% ഓഫ് GPP എർത്തിൻ്റെ ബയോസ്ഫിയറിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ്, ഫോറസ്റ്റുകളാണ്. അതേപോലെ തന്നെ എർത്തിൻ്റെ പ്ലാന്റ് ബയോമാസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ 80% ഫോറസ്റ്റുകളാണ് ഉള്ളത്. ഇനി ഈ ഫോറസ്റ്റുകളെ തന്നെ നമ്മൾ അതിൻ്റെ കനോപ്പി കവറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കനോപ്പി കവർ നമുക്കറിയാം അല്ലേ, ആ ട്രീസിൻ്റെ ആ ഒരു കവറിനെയാണ് നമ്മൾ കനോപ്പി കവർ എന്ന് പറയുന്നത്. സോ ബേസ്ഡ് ഓൺ കനോപ്പി കവർ ഫോറസ്റ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു 3: വെരി ഡെൻസ് ഫോറസ്റ്റ്, മോഡറേറ്റ്ലി ഡെൻസ് ഫോറസ്റ്റ് ആൻഡ് ഓപ്പൺ ഫോറസ്റ്റ്. സോ വെരി ഡെൻസ് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ കനോപ്പി ഡെൻസിറ്റി ഏകദേശം 70% ആൻഡ് എബവ് ആയിരിക്കും. അതേപോലെ മോഡറേറ്റ്ലി ഡെൻസ് ഫോറസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കനോപ്പി ഡെൻസിറ്റി എത്രയായിരിക്കും, ബിറ്റ്വീൻ 40% ആൻഡ് 70% എബവ് ആയിരിക്കും മോഡറേറ്റ്ലി ഡെൻസ് ഫോറസ്റ്റിൻ്റെ വരുന്നത്. ദെൻ ഫൈനലി ഓപ്പൺ ഫോറസ്റ്റിൻ്റെ കനോപ്പി ഡെൻസിറ്റി എടുക്കുകയാണെങ്കിൽ ബിറ്റ്വീൻ 10% ആൻഡ് 40% അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും അവിടുത്തെ കനോപ്പി ഡെൻസിറ്റി വരിക. സോ കനോപ്പി കവറിൻ്റെ ബേസിസിൽ ഫോറസ്റ്റിനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: വെരി ഡെൻസ് ഫോറസ്റ്റ്, മോഡറേറ്റ്ലി ഡെൻസ് ഫോറസ്റ്റ്, ഓപ്പൺ ഫോറസ്റ്റ്. ഓക്കെ, നമുക്കറിയാം, ഇപ്പം നമ്മൾ പറഞ്ഞു പല തരത്തിലുള്ള ഫോറസ്റ്റുകൾ ഉണ്ടെന്ന് അല്ലേ. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് ഫോറസ്റ്റിനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്.
അപ്പോൾ ഈ പറയുന്ന ഫാക്ടേഴ്സുകളാണ് അവിടെ ഏത് ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് ആണ് ഉള്ളത് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ആ മെയിൻ ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമിനിങ് ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡ്, ഓൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ, റെയിൻഫോൾ പാറ്റേൺസ് ആൻഡ് സോയിൽ കോമ്പോസിഷൻ. ലാറ്റിറ്റ്യൂഡും ഓൾട്ടിറ്റ്യൂഡും അതുപോലെ ടെമ്പറേച്ചറും റെയിൻഫോളിൻ്റെ പാറ്റേണും സോയിലിൻ്റെ ഘടനയും എല്ലാം എന്തിനെ എഫക്റ്റ് ചെയ്യും? ഡിറ്റർമിനിങ് ടൈപ്പ് ഓഫ് ഫോറസ്റ്റ്. ഈ ടൈപ്പ് ഓഫ് ഫോറസ്റ്റിനെ ഡിറ്റർമിൻ ചെയ്യാനായിട്ടുള്ള മെയിൻ ഫാക്ടേഴ്സാണ് ഈ പറഞ്ഞതെല്ലാം. ഓക്കെ, സോ ഇതിൽ തന്നെ ഇപ്പം നമ്മൾ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൽ ഫസ്റ്റ് വണ്ണാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫോറസ്റ്റ് എക്കോസിസ്റ്റം. അതിൽ തന്നെ ഈ ഫോറസ്റ്റ് തന്നെ പ്രധാനമായിട്ട് നമുക്ക് 3 ടൈപ്സ് ഓഫ് ഫോറസ്റ്റുകളാണ് പഠിക്കാനുള്ളത്. ടൈഗ ഫോറസ്റ്റ്, അതുപോലെ ടെമ്പറേറ്റ് ഫോറസ്റ്റ് ആൻഡ് ദെൻ ട്രോപ്പിക്കൽ ഫോറസ്റ്റ്. ഓക്കെ, സോ ഇതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ടൈഗ ഫോറസ്റ്റിനെ പറ്റിയിട്ടാണ്. ടൈഗ ഫോറസ്റ്റിനെ നമ്മൾ മറ്റു പേരിലും അറിയപ്പെടുന്നുണ്ട്, കോണിഫറസ് ഫോറസ്റ്റ്, അതല്ലെങ്കിൽ ബോറിയൽ ഫോറസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയും. സോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടൈഗ ഫോറസ്റ്റ് എന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കോണിഫറസ് ഫോറസ്റ്റ് എന്നായിരിക്കും, അല്ലെങ്കിൽ ബോറിയൽ ഫോറസ്റ്റ് എന്നായിരിക്കും. സോ അതെന്താണ്? ടൈഗ ഫോറസ്റ്റ് തന്നെയാണ്. ഇത് എവിടെയാണ് കാണുന്നത്? ലൊക്കേറ്റഡ് അറ്റ് ഹയർ ഓൾട്ടിറ്റ്യൂഡ്സ്. ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിലാണ് നമുക്ക് ടൈഗ ഫോറസ്റ്റിനെ കാണാൻ പറ്റുക. ക്ലോസ് ടു ദ പോളാർ റീജിയൻ. പോളാർ റീജിയൻ അടുത്തായിട്ട് വളരെ എക്സ്ട്രീംലി കോൾഡർ ആയിട്ടുള്ള റീജിയനിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? ടൈഗ ഫോറസ്റ്റിനെ കാണാൻ പറ്റുന്നത്. ആൻഡ് ഇവിടുത്തെ പ്ലാന്റ്സ് ഒക്കെ എങ്ങനെയായിരിക്കും? ഡോമിനേറ്റഡ് ബൈ നീഡിൽ ലീവ്ഡ് പ്ലാന്റ്സ് നമുക്കറിയാമല്ലോ, ജിംനോസ്പോംസ് ഒക്കെ നമ്മൾ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട്. നീഡിൽ ലീവ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും ഇവിടെ, ട്രീസ് ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. അതുപോലെ എന്താണ്, ഡ്രോട്ടിനെയൊക്കെ ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു പവർ അതിനുണ്ടായിരിക്കും. അതുപോലെ എവർഗ്രീൻ ആയിട്ടുള്ള ട്രീസ് ആയിരിക്കും ടൈഗ ഫോറസ്റ്റിൽ കാണുന്നത്. സോ അവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന ട്രീസിൻ്റെ പ്രത്യേകത എന്താണ്? നീഡിൽ ലീവ്ഡ് ആണ്, ഡ്രോട്ട് ടോളറൻ്റ് ആണ്, അതുപോലെ എവർഗ്രീൻ ട്രീസ് ആയിരിക്കും. അതുപോലെ അതിൻ്റെ ക്ലൈമറ്റ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? സബ് ആർട്ടിക് ക്ലൈമറ്റ്. നമ്മൾ പറഞ്ഞു ഇതെന്താണ്? ക്ലോസ് ടു പോളാർ റീജിയൻ ആണ് അല്ലേ, ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിലാണ് കാണുന്നത്. സോ അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയായിരിക്കും? ഭയങ്കര തണുപ്പായിരിക്കും. സോ അവിടെ സബ് ആർട്ടിക് ക്ലൈമറ്റ് ആണ് ടൈഗ ഫോറസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ വിന്റർ ഇസ് ലോങ് ആൻഡ് വെരി കോൾഡ് ആൻഡ് സമ്മർ ഇസ് ഷോർട്ട് ആൻഡ് കൂൾ. വിന്റർ വളരെ പ്രൊലോങ്ഡ് ആയിട്ടാണ് കാണുന്നത്, വളരെ കോൾഡ് ആയിരിക്കും. സമ്മർ എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്, പക്ഷേ എന്താണ്, ഒരുപാട് ഹോട്ട് സമ്മർ അല്ല. അവിടെ എന്താണ്, വളരെ കൂളായിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. പിന്നെ പറയുന്നത് പ്രസിപ്പിറ്റേഷൻ അവിടെ മെയിനായിട്ടും ഒക്കർ ചെയ്യുന്നത് സ്നോവിൻ്റെ ഫോർമാറ്റിലാണ്. അതൊരു 40 to 100 സെൻറ്റിമീറ്റർ ആനുവലി കിട്ടും പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ടൈഗ ഫോറസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് നോക്കാം, ആൻഡ് ദാറ്റ് ഇസ് ടെമ്പറേറ്റ് ഫോറസ്റ്റ്. ടെമ്പറേറ്റ് ഫോറസ്റ്റിനെ നമ്മൾ മറ്റൊരു പേരിലും കൂടെ അറിയും, ദാറ്റ് ഈസ് 4 സീസൺ ഫോറസ്റ്റ്. 4 സീസൺ ഫോറസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈപ്സ് ഓഫ് ഫോറസ്റ്റിൽ 4 സീസണും അതിന് വിറ്റ്നസ് ചെയ്യാൻ പറ്റും. ഈ 4 സീസണിൽ കൂടിയും ആ ഫോറസ്റ്റ് കടന്നു പോകും. അതുകൊണ്ടാണ് നമ്മളതിനെ 4 സീസൺ ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇത് എവിടെയാണ് കൂടുതലും കാണുന്നത്? ഫൗണ്ട് ഇൻ ദ ടെമ്പറേറ്റ് ക്ലൈമാറ്റിക് സോൺ. ടെമ്പറേറ്റ് ക്ലൈമാറ്റിക് സോണിലാണ് ഈ ഒരു ടെമ്പറേറ്റ് ഫോറസ്റ്റുകൾ കൂടുതലായിട്ടും കാണുന്നത്. ഇൻ ദ ടെമ്പറേറ്റ് റീജിയനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, വിന്റർ അവിടെ മൈൽഡ് ആയിരിക്കും ആൻഡ് റെയിൻഫോൾ ഇസ് മോഡറേറ്റ്. ഓക്കെ, വിന്റർ അവിടെ മൈൽഡ് ആണ്, അതുപോലെ റെയിൻഫോൾ എന്ന് പറയുന്നത് മോഡറേറ്റ് ആയിരിക്കും. അതേപോലെ ഫർദർ ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ വെദർ പാറ്റേൺസ് ആൻഡ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് ഫേവർ ദ പ്രീഡോമിനൻസ് ഓഫ് സർട്ടൻ കൈൻഡ്സ് ഓഫ് ട്രീസ്. ഇനി വെദർ പാറ്റേണും അതുപോലെ തന്നെ ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സുമാണ് അവിടെ ഏതൊക്കെ തരത്തിലുള്ള ട്രീസ് ആണ് പ്രീഡോമിനേറ്റ് ചെയ്ത് വളരുന്നത് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ അതുപ്രകാരം ഈ വെദർ പാറ്റേൺസും ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സും വെച്ചിട്ട് ഈ ടെമ്പറേറ്റ് ഫോറസ്റ്റുകളെ തന്നെ നമ്മൾ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ ടെമ്പറേറ്റ് കോണിഫറസ് എവർഗ്രീൻ ഫോറസ്റ്റ്, ദെൻ ടെമ്പറേറ്റ് ബ്രോഡ് ലീഫ് ഫോറസ്റ്റ്, ദെൻ ടെമ്പറേറ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ്. ഡെസിഡ്യൂസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലകൊഴിയുന്ന മരങ്ങൾ, അതായത് എല്ലാ വർഷത്തിലും എന്താണ് അത് ഇലകൊഴിയും, അതാണ് ടെമ്പറേറ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ്. ദെൻ ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റ്, അവിടെ എന്താണ് പ്രോബബ്ലി നല്ല റെയിൻഫോൾ കിട്ടുന്ന ടൈപ്സ് ഓഫ് ഫോറസ്റ്റുകളാണ് ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന വെദർ പാറ്റേൺസിനെയും ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനെയൊക്കെ വെച്ചിട്ടുള്ള ടൈപ്സ് ഓഫ് ടെമ്പറേറ്റ് ഫോറസ്റ്റുകളാണ് ഈ പറയുന്നതെല്ലാം. ഓക്കെ, അപ്പോൾ അത്രയാണ് ടെമ്പറേറ്റ് ഫോറസ്റ്റിനെ പറ്റി പറയുന്നത്. ആൻഡ് ഫൈനലി ട്രോപ്പിക്കൽ ഫോറസ്റ്റ്. ഇതെവിടെയാണ് കാണുന്നത്? ലോ ഓൾട്ടിറ്റ്യൂഡ് സോൺസിൽ കാണുന്ന ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് ആണ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. നിയർ ദ ഇക്വേറ്ററിന് അടുത്തായിട്ട് കാണുന്ന ലോ ഓൾട്ടിറ്റ്യൂഡ് സോണിൽ കാണുന്ന ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് ആണ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ്.
ഇവിടെ കൂടുതലും കാണുന്നത് എവർഗ്രീൻ ആയിട്ടുള്ള റെയിൻ ഫോറസ്റ്റുകളും അതുപോലെ മോയിസ്റ്റ് ഫോറസ്റ്റുകളൊക്കെ ആയിരിക്കും ഇതിൽ കാണാം. അതേപോലെ തന്നെ സീസണൽ ആയിട്ടുള്ള ട്രോപ്പിക്കൽ ഫോറസ്റ്റുകളും മാൻഗ്രൂവ് ഫോറസ്റ്റുകളും എല്ലാം നമുക്ക് ഈ ട്രോപ്പിക്കൽ ഫോറസ്റ്റിൽ കാണാൻ പറ്റും. ആൻഡ് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ റെയിൻഫോൾ കിട്ടുന്ന ഒരു റീജിയൻ ആണ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. വിത്ത് ആനുവൽ റെയിൻഫോൾ ഇൻ ദ കേസ് ഓഫ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എക്സീഡ്സ് 200 സെന്റിമീറ്റർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. ഇപ്പോൾ നമ്മൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ 200 സെന്റിമീറ്ററിന് മുകളിൽ നമുക്ക് അവിടെ ആനുവൽ റെയിൻഫോൾ ഒക്കെ കിട്ടും. അപ്പോൾ അത്രയും ഹൈ റെയിൻഫോൾ കിട്ടുന്ന ടൈപ്സ് ഓഫ് ഫോറസ്റ്റുകളാണ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ വരുന്ന 3 ടൈപ്പ് ഫോറസ്റ്റ്. ഏതൊക്കെയായിരുന്നു? ടൈഗ ഫോറസ്റ്റ്, ടെമ്പറേറ്റ് ഫോറസ്റ്റ് ആൻഡ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ്. ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം ആണ്, ആൻഡ് ദാറ്റ് ഇസ് ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റം. ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കൂടുതലായിട്ടും അവിടെ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത് പെരിനിയൽ ആയിട്ടുള്ള ഗ്രാസ് സ്പീഷീസ് ആണ്. ഓക്കെ, അവിടെ എന്തായിരിക്കും വളരെയധികം പ്രൈമറി പ്രൊഡക്ടിവിറ്റി, കാരണം ഗ്രാസ് സ്പീഷീസ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഹൈ പ്രൈമറി പ്രൊഡക്ടിവിറ്റി കാണിക്കും. ആൻഡ് റിലേറ്റീവ്ലി എന്തായിരിക്കും ലോ ബയോമാസ് ആയിരിക്കും അതിനുണ്ടായിരിക്കുക. ആൻഡ് grazing has significant influence on the structure and composition of grassland communities and tends to maintain high species diversity. അതായത് ഗ്രാസ്ലാൻഡിൻ്റെ സ്ട്രക്ചറിനെയും കോമ്പോസിഷനെയും ഒക്കെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഗ്രേസിംഗ് മെത്തേഡാണ്. ഓക്കെ, ഗ്രേസിംഗ് വഴിയാണ് ഈ പറയുന്ന ഗ്രാസ്ലാൻഡിൻ്റെ സ്ട്രക്ചറും കോമ്പോസിഷനും എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ആൻഡ് ടെൻസ് ടു മെയിൻറ്റെയിൻ ഹൈ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ഹൈ സ്പീഷീസ് ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പ്രധാനമായിട്ടും 2 മേജർ ടൈപ്സ് ഓഫ് ഗ്രാസ്ലാൻഡ് ഇക്കോസിസ്റ്റം ആണ് നമുക്ക് പഠിക്കാനുള്ളത്, ആൻഡ് ദാറ്റ് ഇസ് ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ് ആൻഡ് ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്. അതിനെ നമ്മൾ മറ്റൊരു പേരിലും പറയും എന്താണ് സെവന്നാസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ് ഓർ സെവന്നാസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് സ്കാറ്റേർഡ് ആയിട്ടുള്ള ആ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് സ്കാറ്റേർഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ട്രീസിനെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. ഓക്കെ, സ്കാറ്റേർഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ട്രീസിനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ എവിടെയായിരിക്കും ഈ സെവന്നാസ് കൂടുതൽ നമുക്ക് കാണാൻ പറ്റുക? വാം ഓർ ഹോട്ട് ക്ലൈമറ്റ്സിലാണ് കൂടുതലായിട്ടും കാണാം. ഇവിടെ ആനുവൽ റെയിൻഫോൾ എന്ന് പറയുന്നത് 30 to 50 സെൻറ്റിമീറ്റർ പെർ ഇയർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതുപോലെ ഇതിൻ്റെ ഒരു സീസൺ എന്ന് പറയുമ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് വെറ്റ് ആൻഡ് ഡ്രൈ സീസൺ ആണ് ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡിൽ പൊതുവായിട്ട് കാണുന്നത്. അതുപോലെ ഡ്രൈ സീസൺ വരുന്നത് വിന്റർ ടൈമിലാണ് കൂടുതൽ വരുന്നത്. അതുപോലെ സെവന്ന റിസീവ്സ് ഓൾ ഇറ്റ്സ് റെയിൻ ഡ്യൂറിങ് സമ്മർ. സമ്മർ ടൈമിലാണ് സെവന്നാസിന് കൂടുതലും അതിൻ്റെ എല്ലാ റെയിനും കിട്ടുന്നത് എപ്പോഴാണ്? ഡ്യൂറിങ് സമ്മർ സീസൺ ആണ്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് പ്ലാന്റ്സ് ആർ അഡാപ്റ്റഡ് ടു ദ ലോങ് ഡ്രൈ പീരിയഡ്സ്. ഓക്കെ, ലോങ് ഡ്രൈ പീരിയഡ്സിന് വേണ്ടിയിട്ട് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നതാണ് പ്ലാന്റ്സ്. അതുപോലെ തന്നെ എന്താണ് ഈ ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ് സെവന്നാസിൽ കാണുന്ന പ്ലാന്റ്സുകളെല്ലാം തന്നെ എന്തായിരിക്കും സീറോഫൈറ്റ്സ് ആയിരിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് സെവന്നാസിനെ പറ്റി പറയുന്ന ഡീറ്റെയിൽസ്. ദെൻ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്. ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് എന്ന് പറയുമ്പോൾ അതെവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനത്തെ ക്ലൈമറ്റ് ആയിരിക്കും? അവിടെ ഹോട്ട് സമ്മേഴ്സും കോൾഡ് വിന്റേഴ്സും ആയിരിക്കും ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് ഉണ്ടായിരിക്കാം. ആൻഡ് എമൗണ്ട് ഓഫ് റെയിൻഫോൾ എന്ന് പറയുന്നത് അബൌട്ട് 25 to 75 സെൻറ്റിമീറ്റർ ആയിരിക്കും. സെവന്നാസിനേക്കാൾ കുറവായിരിക്കും ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡിൻ്റെ ഇതെന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് റെയിൻഫോൾ എന്ന് പറയുന്നത്. ഓക്കെ, ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് എല്ലാ കോണ്ടിനെൻസിലും കാണും എക്സെപ്റ്റ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയിൽ ഒഴിച്ച് ബാക്കി എല്ലാ കോണ്ടിനെൻസിലും നമുക്ക് ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡിനെ കാണാൻ പറ്റും. ആൻഡ് വാസ്റ്റ് മെജോറിറ്റി ഓഫ് ദീസ് ഇക്കോസിസ്റ്റംസ് ആർ ഫൗണ്ട് ഇൻ ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക ആൻഡ് റഷ്യ. ഈ പറയുന്ന സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ഇക്കോസിസ്റ്റം കൂടുതലായിട്ടും കാണാൻ പറ്റുക. ഓക്കെ, ആഫ്രിക്കയിലും സൗത്ത് അമേരിക്കയിലും നോർത്ത് അമേരിക്കയിലും റഷ്യയിലും ഒക്കെ. ഓക്കെ, ഇനി ഈ ഒരു ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് ഓരോ സ്ഥലത്തും ഓരോരോ പേരിലാണ് അറിയപ്പെടുന്നത്. ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നോൺ ആസ് വെൽസ് ഓഫ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിൽ ഇതിനെ വെൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദ പുസ്സ ഓഫ് ഹംഗറി. ഓക്കെ, അതേപോലെ ദ പാമ്പാസ് ഓഫ് അർജന്റീന ആൻഡ് ഉറുഗ്വായ്, ദ സ്റ്റെപ്പസ് ഓഫ് ദ ഫോമർ സോവിയറ്റ് യൂണിയൻ ആൻഡ് ദ പ്ലെയിൻസ് ആൻഡ് പ്രയറീസ് ഓഫ് സെൻട്രൽ നോർത്ത് അമേരിക്ക. ഇങ്ങനെ പല പേരിലാണ് വെൽസ്, പുസ്സ, പാമ്പാസ്, സ്റ്റെപ്പസ്, പ്രയറീസ്, ഇങ്ങനെ പല പേരിലാണ് പല സ്ഥലത്ത് ഇത് അറിയപ്പെടുന്നത്. ഇതെല്ലാം എന്താണ് ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് തന്നെയാണ്. ഓക്കെ, സോ 2 ടൈപ്സ് ഓഫ് ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റം ആണ് ഉള്ളത്. ദാറ്റ് ഇസ് ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ് ഓർ സെവന്നസ് ആൻഡ് ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റത്തിൽ പഠിക്കാനുള്ളൂ. ആൻഡ് ദെൻ ഫൈനലി നമുക്ക് പഠിക്കാനുള്ളതാണ് ഡെസേർട്ട് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്.
ഡെസേർട്ട് ഇക്കോസിസ്റ്റം നമുക്ക് അറിയാലോ എന്താണ്, വെരി ലിറ്റിൽ precipitation, വളരെ കുറച്ച് മാത്രം precipitation നടക്കുന്ന റീജിയൺ ആണ് ഡെസേർട്ട് എന്ന് പറയുന്നത്. അതുപോലെ amount of evaporation in a desert often greatly exceeds the annual rainfall. ആനുവലായിട്ട് കിട്ടുന്ന റെയിൻഫോളിനേക്കാൾ കൂടുതലാണ് അവിടെ എമൗണ്ട് ഓഫ് ഇവാപ്പറേഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓൾ ഡെസേർട്ട്സ് ആർ അരിഡ്. എന്താണ് നമുക്കറിയാമല്ലോ, ഡെസേർട്ട്സ് എന്നൊക്കെ പറയുന്നത് വളരെ വരണ്ട ഒരു ഏരിയ ആണ് അല്ലേ. ദർ ഇസ് ലിറ്റിൽ വാട്ടർ അവൈലബിൾ ഫോർ പ്ലാന്റ്സ് ആൻഡ് അതർ ഓർഗാനിസംസ്. ഒരു ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ഒരു പ്ലാന്റിനൊക്കെ സർവൈവ് ചെയ്യാൻ വളരെ കുറച്ച് എമൗണ്ട് ഓഫ് വാട്ടർ മാത്രമേ അവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി മോസ്റ്റ് ഓഫ് ദി ഡെസേർട്ട്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഇസ് നിയർ 0 ആയിരിക്കും. അതുപോലെ റെയിൻ ഇസ് യൂഷ്വലി ദ മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ ബട്ട് ഇറ്റ് ഒക്കേഴ്സ് വെരി റെയർലി. മരുഭൂമിയിലാണെങ്കിലും ഈ പറയുന്ന പോലെ മഴയാണ് മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്, പക്ഷെ അത് വളരെ റെയർ ആയിട്ട് മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ. ഇനി മെനി ഡെസേർട്ട് ഡ്വെല്ലേഴ്സ്, അതായത് ഡെസേർട്ടിൽ താമസിക്കുന്ന ആളുകളാവാം അല്ലെങ്കിൽ അവിടുത്തെ ജീവികളാവാം, അങ്ങനെ ഡെസേർട്ടിനെ ആശ്രയിച്ച് കഴിയുന്ന ജീവികൾക്കൊക്കെ എന്താണ്, ഗ്രൗണ്ട് വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരവിടെ ജീവിക്കുന്നത്. സ്റ്റോർഡ് ഇൻ അക്വിഫേഴ്സ് ബിലോ ദ സർഫസ്. എന്താണ്, സർഫസിൽ താഴെ അക്വിഫേഴ്സിലാണ് ഈ പറയുന്ന ഗ്രൗണ്ട് വാട്ടർ സ്റ്റോർ ചെയ്ത് നിൽക്കുന്നത്. സോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കുറേ പേർ അവിടെ ജീവിക്കുന്നത്, ഇൻക്ലൂഡിങ് ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ്. ഓക്കെ, സോ ഗ്രൗണ്ട് വാട്ടർ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ പറയുന്ന പോലെ മഴ പെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും precipitation ലൈക്ക് സ്നോ ഓർ ഹെയിലൊക്കെ precipitate ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ പറയുന്ന ഗ്രൗണ്ട് വാട്ടർ അവിടെ നമുക്ക് കിട്ടുന്നത്. സോ അതാണ് ഡെസേർട്ടിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് പ്രധാനമായിട്ടും ഉള്ള ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. അതിൽ ഫോറസ്റ്റും ഗ്രാസ് ലാൻഡും ഡെസേർട്ട് എക്കോസിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഈ പറയുന്ന ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ 3 ടൈപ്പ്, ടൈഗർ ഫോറസ്റ്റ്, ടെമ്പറേറ്റ് ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ ഫോറസ്റ്റ് പഠിച്ചു. അതിനുശേഷം ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിൽ നമ്മൾ 2 പഠിച്ചു, ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡും ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡും. ദെൻ ഡെസേർട്ട് എക്കോസിസ്റ്റത്തിനെ പറ്റിയും പഠിച്ചു. സോ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം വരുന്നത്. ഓക്കെ.